ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് കൊഞ്ച് കൊണ്ടുള്ള ഒരു തോരനുമായിട്ടാണ് കേട്ടോ. 20 കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് നമുക്ക് നോക്കാം. അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയ ഉള്ളി. ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ അരപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ തോരൻ വെക്കാനുള്ള കൊഞ്ച് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കത് വേഗം വെക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മളിച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൊഞ്ചിന് എരിവും ഉപ്പും ഒന്നും പിടിക്കത്തില്ല. അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ കൊഞ്ചിനകത്ത് ഇത്തിരി അരപ്പ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഒന്ന് വറ്റി വരട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചതച്ചെടുക്കാം. തേങ്ങയും ബാക്കിയുള്ള അരപ്പും ചതച്ചെടുത്തിട്ട് വരാം. ഇത് വെന്ത് വരട്ടെ. നമ്മുടെ കൊഞ്ചും മുരിങ്ങയ്ക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഞാനിത് ചതച്ചപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചു കേട്ടോ. ഞാനത് കാണിച്ചില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചു. കൊഞ്ചല്ലേ, ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടെങ്കിൽ നല്ല വേണമെങ്കിൽ കുരുമുളകും ചതച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കക്കാർച്ചയൊക്കെ തോരൻ വെക്കുമ്പോൾ കുരുമുളകും കൂടെ ഒക്കെ ചേർക്കും. ഇപ്പോൾ പച്ചമുളകുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ജീരകമുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് പറ്റണം. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അരപ്പ് വേവാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വറ്റി വരട്ടെ. മൂടിച്ച് കൊടുക്കും. നമ്മുടെ തോരൻ അങ്ങനെ ഇവിടെ റെഡിയായിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കറിയാമല്ലോ കൊഞ്ചിന് ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കൊഞ്ച് മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കടുക് വറുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടുക് വറുത്തൊന്നും കൊടുക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.